സ്റ്റാർട്ട് ചെയ്തോ? ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 7 മണിയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂരാണ് നമ്മളുള്ളത്. നമ്മൾ എന്തിന് കണ്ണൂർ വന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഉണ്ണിയെ സർപ്രൈസ് ചെയ്യണം. നമുക്ക് ആദ്യം രാവിലെ സ്ഥലം അയച്ചു തന്നിട്ടുണ്ട്. ലൊക്കേഷൻ ഉണ്ടോ നമ്മുടെ കയ്യിൽ? ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ണിയെ പോയി സർപ്രൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ 1-2 പരിപാടിയും പ്ലാനും ഒക്കെ ഉണ്ട്. വിളിച്ച് പറഞ്ഞു, പക്ഷെ നമ്മൾ ചെല്ലുന്ന സമയമൊന്നും അവൻ അറിയത്തില്ലല്ലോ. അവന്റെ ഗസ് അല്ലേ ഉള്ളൂ. ഏത് ബസ്സിന് കയറുന്ന അവിടെ നമുക്ക് നോക്കാം. സർപ്രൈസ് ആവുമെന്ന് നോക്കാം. സർപ്രൈസ് ആവുമെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ വ്ളോഗില് ആദ്യമായിട്ടാണ് പിള്ള വരുന്നത്. പിള്ളക്ക് ഈ വ്ളോഗില് വരാൻ സാധിച്ചതിൽ എന്താണ്? ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലോഗിനകത്ത് വരുന്നത്. യൂട്യൂബ് ബ്ലോഗിൽ പിന്നെ ഒരുപാട് ഭരത്തും നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ വ്ളോഗിൽ വരുന്നത്. ഭരത്തിന് വരാൻ പറ്റിയതിൽ എന്റെ വ്ളോഗിൽ വരാൻ പറ്റിയത് എങ്ങനെ കാണുന്നു? ഞാൻ ഭയങ്കര ലോകത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വ്ളോഗിൽ വരാൻ പറ്റുമെന്നുള്ളത്. ഇത്ര സപ്പോർട്ട് വ്ളോഗറെ പറ്റി തിരക്കി കണ്ടിട്ടുണ്ടോ? പുള്ളിയുടെ വ്ളോഗർ എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അല്ലേ? ബസ്സിൽ വെച്ച ഒരാള് ശരത്തിന്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ പട്ടാടിയിൽ ഒരു വ്ളോഗറുടെ അല്ലേ ചാനലിലൊക്കെ വരുന്നത് അല്ലേ പുള്ളി അറിയാവോ എന്നൊക്കെ പറഞ്ഞു. ശരത്തിനെ തിരിച്ചറിഞ്ഞു. ശരത്താണോന്ന് പേര് പറഞ്ഞു. എന്റെ വ്ളോഗർ ചാനൽ പോലും അല്ല. ഇതിലും വലിയ ഭാഗ്യം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ആൾക്കാര് തിരിച്ചറിയുന്നുണ്ട് അല്ലേ? ഇപ്പം അതാണ് ആ വ്ളോഗിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് കഴിഞ്ഞല്ലോ. ഒറ്റ ഷോട്ടിൽ തീർന്നേ. നിങ്ങൾ കണ്ണൂർ സൂര്യനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് കണ്ണൂർ സൂര്യൻ. ഇവിടെ ഒരു സ്മാരകം പോലെ സാധനം ഉണ്ടല്ലോ. വേറെ എന്തേലും പറയടാ. ഒരു ലോറി കിടപ്പുണ്ട്, ഒരു ചുവന്ന ലോറി. കിടില ഇതൊക്കെ ഉണ്ടായിന്. ഇതാണ് അമല് പറഞ്ഞ സ്ഫടികം. പുത്തൂര് ബസ്സാ. കണ്ണൂര് പുത്തൂര്. പയ്യന്നൂരല്ലടാ അമലേ. ഉണ്ണിക്ക് സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് വഴി അറിയാതെ നിന്ന് അവനെ തന്നെ വിളിച്ച് ചോദിച്ച് അങ്ങോട്ട് വരാനുള്ള വഴി കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പോൾ അവനപ്പോൾ സർപ്രൈസ് ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. ഇനി അവനെ കൊണ്ട് പറഞ്ഞ് നമുക്കൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാം. എന്റെ ഒരു സർപ്രൈസ് അപ്പോൾ ഇനി തകർന്നു പോയെ. അവിടെ വന്ന് ഞാൻ കടയിൽ പോകാൻ വേണ്ടി വന്നതാ. നിങ്ങളെ അവിടെ കാണുന്നില്ല. ഇങ്ങോട്ട് ഏതോ ഒരു പരിചയമുള്ള കുറെ അവന്മാര് അല്ലെ അവല്ലേ മാത്രമേ കണ്ടുള്ളൂ. അന്നേരം സർപ്രൈസ് ആയി. അങ്ങോട്ടല്ലേ അങ്ങോട്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നു ഫ്രഷായി. നമ്മളിവിടെ ശരതൊക്കെ റെഡിയായി പുറത്തോട്ട് പോകാനുള്ള എല്ലാ പരിപാടികളും ഇതായിട്ട് നിൽക്കുകയാണ്. ചാർജായി നിൽക്കുക ഫുള്ള്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കണ്ണൂർ വന്നത് നമുക്ക് തെയ്യത്തിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറശ്ശിനിക്കടവ് പോവുക, പിന്നെ മുഴുപ്പിലങ്ങാടി ബീച്ച്. അങ്ങനെ ഒരു ദിവസത്തെ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ വന്ന് ഫ്രഷായി. ഇനി നമ്മൾ പറശ്ശിനിക്കടവായിരിക്കും നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങി ഇനി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പറശ്ശിനിക്കടവിലേക്ക് പോകും. അപ്പോൾ ശരത്തൊക്കെ ഫുള്ള് ചാർജായിട്ട് നിൽക്കുക. ചാർജർ നമ്മുടെ പ്ലാനെല്ലാം കേട്ട് ചാർജായിട്ട് നിൽക്കുക ശരത്ത്.
ഒന്നുമില്ല, എന്തെങ്കിലും പറയണോ? എന്തെങ്കിലും പറയണം. എന്തെങ്കിലും പറയാവോ? ആ അതാണ്ടേ സബ്സ്ക്രൈബ് മാസങ്ങൾക്ക് ശേഷം ഉണ്ണിയെ നമ്മൾ കണ്ടുപിടിച്ചു. ഉണ്ണി നമ്മുടെ വ്ളോഗിലേക്ക് തിരിച്ചു വന്നു. കംബാക്ക് മൊമെന്റ് ഉണ്ണിയുടെ. കംബാക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലാക്കാം. നമുക്ക് ഇന്ന് പൊളിക്കണം. പൊളിക്കുന്നു. കണ്ണൂർ പൊളിക്കുക. അപ്പം ഇന്നത്തെ പരിപാടി എന്താ? എങ്ങോട്ടാ? ആദ്യം പറശ്ശിനിക്കടവ്. പറശ്ശിനിക്കടവ് പോവാം. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കൃഷ്ണ, അവിടുത്തെ നമ്മൾ ഫുഡ് കഴിക്കും. ഇവിടുന്ന് എങ്ങോട്ടാ? ഇവിടുന്ന് റൈറ്റ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് ഉണ്ണി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് അവിടെ സ്പെഷ്യല്, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പനീർ മസാല ദോശ. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു നിർഭാഗ്യവശാൽ ആ ഗ്രാഫ് ഭയങ്കര ഹൈ ആയതുകൊണ്ട്, ഭാഗ്യത്തിൻ്റെ ഗ്രാഫ് ഹൈ ആയതുകൊണ്ട് പനീർ മസാല ദോശ നമുക്ക് 2 എണ്ണം കിട്ടിയുള്ളൂ. 4 എണ്ണത്തിനുള്ള ഓർഡർ കൊടുത്തേ 2 എണ്ണം കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ മൈസൂർ മസാല ദോശ പറഞ്ഞിട്ടുണ്ട്, ബട്ടൂര പറഞ്ഞിട്ടുണ്ട്, എന്തായാലും പൊങ്കലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐറ്റംസ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഐറ്റംസ് വന്നിട്ട് കാണാം. ഒരുപാടൊന്നും പറഞ്ഞില്ലേ? എനിക്ക് 2 മണിക്കൂർ സംഭവം ഏതാണ്ട് 2 മണിക്കൂർ മറ്റേ സാധനം ഇവൻ ആ സൈഡിൽ കിടന്നിട്ട് ഇവൻ ഇങ്ങനെ ചരിഞ്ഞ കിടക്കുന്നു. അവിടെ ആ ക്യാമറ ക്യാമറ എടുത്ത് ഇവിടെ ഉണ്ടോ? എന്നെ കാണുന്ന രീതി. എന്നെ കാണുന്നുണ്ടല്ലോ? ഇല്ല, കാണുന്നില്ല. നിന്റെ ഒരു സൈഡിൽ എനിക്ക് ഇന്റർവ്യൂ എടുക്കണം. വൈഡായിട്ട് ഇവൻ ഇന്റർവ്യൂ, നീ ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് വൈഡായിട്ടായിട്ടേ ശരി, നല്ല സിനിമയായിരുന്നു. ഏതാ? പച്ചത്തട്ടൻ അല്ല, പിന്നെ മസാല ദോശ, പിള്ളേര്. പനീർ മസാല ദോശയും പിള്ളേര് 2 എണ്ണം വരുമല്ലോ. നിനക്ക് വേണ്ടായിരുന്നല്ലോ. ഞാൻ നിർബന്ധിക്കില്ലോ കേട്ടോ, എല്ലാവർക്കും പെട്ടെന്ന് പിടിക്കില്ലോ. പനീർ ഒന്നും ശരിയാ, അലർജി ഉള്ള അലർജിയല്ല, ആണല്ലേ? പെട്ടെന്ന് പിടിക്കുവോ. മസാല പിന്നെ സലാഡ്. ഇനി നീ പറ, മനസ്സിൽ തോന്നി. നമ്മുടെ ബട്ടൂര് വന്നു. ഓണല്ലേ? നമ്മുടെ ബട്ടൂര് വന്നു. അതൊന്ന് പറയാം. ഫുട്ബോളൊക്കെ ആണല്ലേ? സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫുൾ സാധനങ്ങൾ വന്നിരിക്കുകയാണ്. 2 പനീറേ വന്നുള്ളൂ, ഇനി മസാലയുണ്ട്. പനീർ എന്നാ അപ്പുറത്തെ ബട്ട് വെച്ച് നീക്കി വെക്കാം. അപ്പുറത്തിരിക്കുന്ന കാണത്തില്ല. അതുകൊണ്ട് ഇത് മസാല. ഇനി മൈസൂര് 2 എണ്ണം ഉണ്ട്. 2 മസാല 2 മൈസൂരും വരാറില്ല. ഒരു മൈസൂരും കൂടെ. 2 മൈസൂരാ വരാനുള്ളതാണ്. ഫൈല് കറക്റ്റ് അല്ലേ? കഴിഞ്ഞില്ലേ? മസാലകളുണ്ട്. ഒരു ഇപ്പൊ ആര് തിന്നു തീർക്കും ഇതെല്ലാം കൂടി? ഇന്ന് പറയും 6 പേർക്കാണോ ഇത്? വേണ്ട ഓർഡർ ചെയ്തല്ലേ വരട്ടെ. നമ്മുടെ 2 ബട്ടൂര, മൈസൂര്, നോർമൽ മസാല, പനീർ മസാല, പൊങ്കൽ, എത്ര ഐറ്റംസ് വന്നിരിക്കുകയാണ്. അതാണ് പറശ്ശിനിക്കടവ് അമ്പലം. എന്റെ എടാ, ബോട്ട് സർവീസ് ഉണ്ടോ അമലെ? ബോട്ട് എടുക്കുന്നോ? അവിടെ മറ്റേ ഇതൊക്കെ ഉള്ളതാ, ടോപ്പൊക്കെ ഉള്ളതാ. ഇങ്ങനെ കറങ്ങി വരാം അപ്പുറത്തൂടെ. എടാ അവനൊന്നും ഇണ്ടാത്ത എടാ ഉണ്ടായിരിക്കാം. കുറച്ചേരം കഴിയുമ്പോ അങ്ങ് പൊക്കോളൂന്ന്. അത് ഹൗസ് അല്ല, സാധാ ബോട്ട് ഉണ്ട്, ആ സൈഡിലുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പറശ്ശിനിക്കടവ് അമ്പലത്തിലെ വിശേഷങ്ങളായിരിക്കും. കണ്ടാണ്ട്
അങ്ങനെ നിങ്ങൾ കണ്ണൂർ ഈ വ്ലോഗ് കാണുന്നവർ കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം ആണ് ഈ വ്ലോഗ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഈ ഗ്യാങ്ങിൽ നിങ്ങളുടെ പ്രോത്സാഹനമായിരിക്കും ഇനി ഓരോരോ സ്ഥലങ്ങൾ ഞങ്ങൾ കാണിച്ചു തരും. അതെ, ഇതില് ഇത്രയും വ്യത്യസ്തമായിട്ട് ഈ അമ്പല ദർശനം കളറാക്കിയത് പിള്ളയാണ്. കാരണം എല്ലാവരും ഇവിടെ പാൻറ്റും ടീഷർട്ടും ഒക്കെ ഇട്ട് വന്നപ്പം പുള്ളി ഇത് അത് എന്ത് വൈബാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാവിക്കൈലിയും വെള്ള ഷർട്ടും ഇത് ചൈനീസ് കോളർ ഷർട്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ ഷൂ ആണോന്ന് ചോദിച്ചാൽ ഷൂ ആണ്, എന്നാൽ ക്രോക്സ് ആണോന്ന് ചോദിച്ചാൽ ക്രോക്സ് ആണ്, എന്നാൽ ഇത് രണ്ടും ആണോന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു ചെരുപ്പ്, ആ ചെരുപ്പൊന്ന് കാണിച്ചു കൊടുക്ക്, ആ ചെരുപ്പ് കാണിച്ചു കൊടുക്ക്. അങ്ങനെ ഇത്രയും വൈബുള്ളൊരു മനുഷ്യൻ, അതും ഒരു അമ്പല ദർശനത്തിന്, അത് പുള്ളിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പരിപാടികളാണ്. ഇപ്പോൾ അമ്പലം കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ളിടത്താണ് ഈ കൈലിയുടെ പ്രസക്തി. അതിനെ ഫോളോ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇപ്പം പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ നമ്മൾ ടോപ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി ഇതുവഴി നടന്നു പോകാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മേളിൽ വെച്ച് കണ്ട ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കഫേ. എടാ ഇത് കായലാണോ പുഴയാണോ? അമലെ കായലാണോ പുഴയാണോ ഇത്? കടലോ? ഇത് കടല ആടാ, ഇത് കടലാടാ. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ ഈ സബ്സ്ക്രൈബേഴ്സിന്, ഇത് കടലാന്ന്. ഇതാണ് വളപട്ടണം പുഴയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന അമൽജി തന്നിരിക്കുന്ന വിവരം. അപ്പൊ ആ വളപട്ടണം പുഴയിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണത്. ഇവിടെ അതെ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോകെ പല വിശേഷങ്ങൾ കാണാം. നമുക്ക് ബോട്ട് സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ എല്ലാവരും ഒരേ വൈബാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ട് സർവീസും ചെയ്യാം. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പറശ്ശിനിക്കടവ് അമ്പലം. മുഖത്ത് മാത്രം അടിക്കുന്നില്ല. അപ്പൊ നമുക്ക് അത് കയറണ്ടേ? അപ്പോൾ വീഡിയോ ഫോട്ടോഗ്രാഫി ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ്. നമുക്ക് അമ്പലത്തിനകത്ത് കയറിയിട്ട് ഇറങ്ങി കാണാം. ബോട്ട് സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പ്രൊഹിബിറ്റഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. അകത്തേക്കുള്ള ഷൂട്ടിങ്ങും പരിപാടികളൊന്നും കാണത്തില്ല. അപ്പോൾ ഇറങ്ങിയിട്ട് ഒരു ബോട്ട് സർവീസിന് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരെയും കൊണ്ട് ഒരു ബോട്ട് സർവീസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവ്, അവിടെ അതിനകത്താണ് അമ്പലം. അതിനകത്താണ്, നമ്മുടെ നാട്ടിലെ പോലല്ല, ഒരു ടോപ്പെല്ലാം അടച്ച് അങ്ങനെയാണ് അമ്പലം. നമ്മൾ അമ്പലത്തിലെ പ്രസാദമാണ് ഇതിപ്പം വൻപയറും തേങ്ങാപ്പൂള് ആണ് ഇവിടുത്തെ പ്രസാദം. പിന്നെ ചായ ഉണ്ട്. ചായ നമുക്ക് അവിടെ പോയി ചായ വാങ്ങിക്കണം. അവിടെ പോയി പിന്നെ ഇവിടുന്ന് പ്രസാദവും കിട്ടും. ഇവിടെ പുരുഷന്മാരും താഴെ സ്ത്രീകളും, അങ്ങനെയാണ് ഇവിടുത്തെ പ്രസാദ വിതരണം. അത്യാവശ്യം നല്ല ക്രൗഡുള്ളൊരു ദിവസമാണ് നമ്മൾ വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ കേരള സർക്കാരിൻ്റെ ബോട്ട് സർവീസ് വഴി നമ്മൾ ഒരു ബോട്ട് യാത്ര പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഡ്രൈവറാ
അതെന്ത് Zebronics, always ahead. Bluetooth mode. Zeb Sound Beast 500 is now connected. ഇപ്പോൾ പോവാണിത്. വെള്ളത്തിലല്ലേ അപ്പൊ നമ്മള് അങ്ങനെ ഏതാ ഈ കായലിന് പേരെന്തായിരുന്നു പറഞ്ഞേ? വളപട്ടണം പുഴ. വളപട്ടണം പുഴയിലൂടെ നമ്മൾ ബോട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് യാത്ര. എടാ എടാ വെള്ളത്തിൽ മുക്കിയിരുന്നോണ്ടല്ലോ. കോഴിക്കോട്. നമ്മൾ കൊല്ലം. ഓ ശരത്ത് മീശയൊക്കെ പിടിച്ചങ്ങ് ഇരിക്കുക കേട്ടോ. ഉസ്താദാന്ന് വിചാരം. ഉസ്താദാണ്. വളപട്ടണം പുഴയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് വാരിക്കൊണ്ടിരുന്നില്ലേ? മണ്ണിലായി പോയി. പോലീസുകാരെ പൊട്ടിക്കുന്നതാ. സാമ്പാണിക്കൂടി ഇതിനേക്കാൾ സെറ്റപ്പാ. ഈ പറഞ്ഞ റൂട്ടില്ലേ, വളപട്ടണം പോകുന്ന റൂട്ട്, അവിടെ ചിലപ്പോ കിടലായിരിക്കും. നമ്മൾക്കാതിനിടയിലോ ഇടയ്ക്കൂടെയൊക്കെയുള്ള സെറ്റപ്പായിരിക്കും. പക്ഷെ നമ്മുടെ 2-2.5 മണിക്കൂർ പോയി കിട്ടും. 2 മണിക്ക് തുടങ്ങുന്നതാണോ? 2 മണി തൊട്ട് 2 മണിക്ക് പോയി 3:30 വരുമെന്നാണ്. 2 മണിക്ക് പോയി 3 മണിക്ക് അവിടെ എത്തും. ഹൗസ് ബോട്ട്.
ഇത് റിസോർട്ടിന്റെ ഹൗസ് ബോട്ടാണെന്ന് തോന്നുന്നു. ആ എന്നാ പ്രൈവറ്റ് ഹൗസ് ബോട്ടാ. അതിന്റെ ജനലിനകത്തോട്ടാ നോട്ടം. പ്രൈവറ്റ് ഹൗസ് ബോട്ട് ആ റിസോർട്ടിന്റെ. അതിലേ പോയിരുന്നില്ലേ? ആ ഹൗസ് ബോട്ടിൽ കൂടി പോവാന്നെങ്കിൽ പറ്റിയാൻ. അതാണ് പറശ്ശിനിക്കടവ് അമ്പലം. നമ്മളപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഇങ്ങനെ വരും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് കേരള സർക്കാരിന്റെ ബോട്ട് സർവീസ്. ശരത്, വളപട്ടണം പുഴയുടെ നടുക്കാണ് നമ്മൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ നമ്മള് തൊഴുതിറങ്ങി കഴിഞ്ഞു. അതിനുശേഷം നമ്മളെന്നാ എല്ലാരും ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുന്ന കണ്ടപ്പോ നമുക്കൊരു കൗതുകം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കുഴപ്പമില്ല, നല്ല നല്ല ഫ്രണ്ട്ലിയാണ്. പാട്ടൊക്കെ വെച്ച് ആ ഉണ്ട്. എന്തോ ഒരാൾക്ക് 50 രൂപ. മഹാരാഷ്ട്ര. ശരത്തിന്റെ മാസ ലുക്കൊക്കെ വരുന്നത്. അവര് ശരിക്കും നോക്കുക കേട്ടോ. ഏത് യൂട്യൂബ് ചാനലാ ഇത്? ആണോ? ആർക്ക്? അങ്ങനെ നമ്മൾ ബോട്ട് സർവീസിലൂടെ പറശ്ശിനിക്കടവിന്റെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഈ സൈഡിലായിരുന്നു, ഇപ്പോൾ ഈ കോർണറിലാണ് നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ ബോട്ട് വഴി ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇല്ല അവിടെ വെച്ച് എല്ലാരും കൂടെ അല്ല അവര് പിടിക്കുമല്ലോ ഇപ്പൊ. ഹായ് തന്നൊരു ആ അവിടെ ഇട്ട് പിടിക്കും. അവര് നോക്കിയില്ല 85 കാണത്തുള്ളൂ. അച്ഛൻ്റെ പേര് പറഞ്ഞാൽ മതി. 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് പറഞ്ഞാൽ മതി. അല്ല അർജുൻ ബി രാജ് എന്നാ പേര്. അവര് പോട്ടറ, അവര് പോയിട്ട് നമുക്ക് പാടാം. ഒരു 500 രൂപ കൂടെ കൊടുത്ത് ഒന്നുകൂടെ കറക്കാൻ പറ. അവിടെ ചെന്ന് ഇറങ്ങുന്നതിനൊക്കെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് സർവീസിന്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇനി ഈ കരയ്ക്ക് കൊണ്ടുവന്ന് ഇറക്കി വിടുന്നതായിരിക്കും. നമുക്ക് കരയിൽ ഇറങ്ങാം. സെൽഫി എടുക്കാനായിരിക്കും നിങ്ങൾ ആരെങ്കിലും സംസാരിക്കണം, എനിക്ക് പറ്റത്തില്ലേ. ഞാനെ സംസാരിക്കും. ഇന്റർവ്യൂ എടുക്കുന്നു. പെട്ടെന്ന് പെട്ടെന്ന് നോക്കും, അവരിറങ്ങുന്നതിന് മുമ്പേ പോക്കും. പൈസ കൊടുക്കണം. ശരത്തിന്റെ ഒരു 500 ഞാൻ കൊടുക്കും. 500 അപ്പഴേ നീങ്ങ മറ്റേ നീങ്ങ.
വ്ളോഗ് ഒന്ന് പിടിക്കാം. ഞാൻ കേറിയിട്ട് വ്ളോഗ് വാങ്ങിച്ചോളാം. എന്ത് പറ്റി? ഓടാ വളപട്ടണം പുഴയിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളെന്തായാലും ഇവിടെ കയറി ഇരുന്ന് കഴിക്കാനൊന്നും പോകുന്നില്ല. നമുക്കെന്തായാലും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഒന്ന് കാണാം.